It's me Rizwan. അപ്പം ടോപ്പ് ആൻഡ് ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മളൊരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിനെ ബാധിക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലിൽ നിന്ന് അങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കും. കാരണം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിലെ വ്യൂസിനെയും വാച്ച് ടൈമിനെയും ഓഡിയൻസ് റിട്ടൻഷനെയും വളരെ വലുതായിട്ട് ബാധിക്കുന്നതാണ്. അത് ആ വീഡിയോൻ്റെ മാത്രമല്ല, നമ്മുടെ ചാനലിലെ മുഴുവൻ നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിൽ നിന്നാണ് നമ്മുടെ വാച്ച് ടൈമും വ്യൂസും അതുപോലെ നമ്മുടെ ചാനലിന് കിട്ടിയ ഓഡിയൻസ് റിട്ടൻഷനും ഇല്ലാതാവുന്നത്. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ മാക്സിമം ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനലിൽ നിന്ന് ഒരു വീഡിയോ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 കാര്യത്തെയും ബാധിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ജെന്യുവൻ ആയിട്ട് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പലരുടെയും സംശയമായിരുന്നു, ഇതുപോലെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ മാത്രമേ നഷ്ടപ്പെടത്തുള്ളൂ വാച്ച് ടൈമും വ്യൂസും ഓഡിയൻസ് റിട്ടേൺസും. പക്ഷേ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു വീഡിയോയിലൂടെ കിട്ടിയ എല്ലാം നമുക്ക് നമ്മുടെ ചാനലിൽ നിന്ന് നഷ്ടമാവും. അത് ചിലപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇങ്ങനെ ഒരു കാര്യം വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിന് കോപ്പിറൈറ്റ് വരാൻ വളരെ വളരെ കാരണമാകുന്ന ഒരു കാര്യമാണ് മറ്റൊരു ചാനലിലെ വീഡിയോ നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഓഡിയൻസ് റിട്ടൻഷനും നമ്മുടെ വാച്ച് ടൈമും വ്യൂസും എല്ലാം നമ്മുടെ ചാനലിനെ വളരാൻ കുറേ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇനിയും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.